കഥ കേട്ട് ഉറങ്ങാം. മജീദ് വളരെ അടുത്തു ചെന്നു. ഒരു നെല്ലിട അവൾ മാറിയില്ല. മജീദിന്റെ അഭിമാനം പുകഞ്ഞു. അവന് കലശലായി ദേഷ്യം വന്നു. ഹമ്പടി, നിന്റെ പേരെന്താടി? അവൻ അവളുടെ കൈത്തണ്ടിൽ കടന്നു പിടിച്ച് സഗൗരവം ചോദിച്ചു. അറിയാനല്ല, അവൻ അറിയാം. എന്തെങ്കിലും ചോദിക്കണ്ടേ? ആണല്ലേ? അതൊക്കെ അപ്പോൾ തന്നെ അവളെ ഹിംസിച്ചു കളയുമെന്ന മട്ടിലാണ്. അവളുടെ കുഞ്ഞു പല്ലുകളും പാര പോലുള്ള നഖങ്ങൾ പത്തും കുരുകുരുത്തു. ഒരു നിമിഷ നേരത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല. അവൻ്റെ കൈത്തണ്ട് കടിച്ചു പൊളിക്കണമോ അതോ മുഖം മാന്തി കീറണമോ? നിന്റെ പേരെന്താടിയെന്ന് അവളുടെ ബാപ്പായോ ഉമ്മായോ ആരും അവളെ നീ എന്നോ എടിയെന്നോ വിളിച്ചിട്ടില്ല. പിന്നെ കോക്രി കാട്ടുകയും മാമ്പഴം കൊടുക്കാതിരിക്കുകയും കൈമുട്ട് കടിക്കാൻ പറയുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട ചെറുക്കൻ വിളിക്കാൻ കാരണം? അവൾ ദേഷ്യത്തോടെ മുമ്പോട്ടടുത്ത് ഇടതു കൈയിലെ പാര പോലുള്ള നഖങ്ങളാൽ മജീദിൻ്റെ വലതു കൈത്തണ്ടിൽ ശക്തിയോടെ ഒരു മാന്ത് കൊടുത്തു. തീച്ചരവ കൊണ്ട് മാന്തേറ്റതുപോലെ മജീദ് പുളഞ്ഞ് പിടിവിട്ട് എൻ്റെ ഉമ്മോ എന്ന് അലറി നിലവിളിച്ചു പോയി. അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും പകരം അവനും മാന്താൻ ഉദ്ദേശിച്ചു. പക്ഷേ നഖങ്ങളൊക്കെ നേരത്തെ കടിച്ചു കളഞ്ഞുപോയിരുന്നു. പിന്നെയുള്ളത് ഇടിയോ കടിയോ ആണ്. എന്നാൽ അവളും പകരം ചെയ്തേക്കുമെന്നൊരു തോന്നൽ. പെണ്ണേതായാലും മാന്തി. ഇനി അവൾ ഇടിച്ചു എന്ന് ലോകമറിഞ്ഞാൽ വലിയ കുറച്ചിലല്ലേ? അവൻ ഒന്നും ചെയ്തില്ല. തോറ്റ് ഇളിഭ്യനായി നിന്നു. സുഹറ അവനെ പല്ലിളിച്ച് കാണിച്ചു. മജീദ് അനങ്ങിയില്ല. അവൾ കോക്കറി കാട്ടിക്കൊണ്ട് മജീദിനെ പരിഹസിച്ചു. അതിനും മജീദ് അനങ്ങിയില്ല. അവന് വന്നു ചേർന്ന അപമാനത്തെ മറയ്ക്കുന്നതിന് ഉടനെ എന്തെങ്കിലും പറയണമെന്നും അതിൽ സുഹറ തോൽക്കുക കൂടി വേണമെന്നും അവൻ ഉദ്ദേശിച്ചു. ആണല്ലേ? എങ്കിലും എന്താ പറയുക? എന്തെങ്കിലും കട്ടിയുള്ളതായിരിക്കണം. പക്ഷേ ഒന്നും തോന്നിയില്ല. അവൻ പതറി നോക്കി. വാഴക്കൂട്ടങ്ങളുടെ ഇടയിലുള്ള വൈക്കോൽ മേഞ്ഞതും കളിമണ്ണ് പൂശിയതുമായ സുഹ്റയുടെ വീടും തെങ്ങുകൾക്കിടയിൽ ഓടിട്ടതും വെള്ള തേച്ചതുമായ മജീദിൻ്റെ വീടും കണ്ടപ്പോൾ അവനൊരു യുക്തി തോന്നി.